4,27,105 കുട്ടികൾ ഇന്ന് സംസ്ഥാനത്ത് SSLC പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ്. 9:30-ക്കാണ് SSLC പരീക്ഷ ആരംഭിക്കുക. തുടർന്ന് 11:30-ക്ക് SSLC പരീക്ഷ അവസാനിക്കും. എന്തായാലും ഞാൻ ഈ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഇവിടെ കുട്ടികളൊക്കെ തന്നെ SSLC പരീക്ഷ എഴുതുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആരുടെ മുഖത്തും ഒരു ടെൻഷൻ കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞോ? ഞാനിവിടെ വന്നപ്പോഴേ സാധാരണ SSLC പരീക്ഷ നിൽക്കുമ്പോൾ കുട്ടികളുടെ ഒക്കെ മുഖത്ത് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ. ഇവിടെ വന്ന് നോക്കിയപ്പോ എല്ലാരും ഫുൾ ഹാപ്പിയാ. ഇല്ല, ടെൻഷൻ ഇല്ല? ഇല്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓ, എത്ര ദിവസം ഉണ്ടായിരുന്നു സ്റ്റഡി ലീവ് ഒക്കെ? 1 മാസം. ഓ, ഞാൻ 1 മാസം എടുത്തു. എല്ലാം തയ്യാറായി കഴിഞ്ഞില്ലേ? കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിലർ രാവിലെയൊക്കെ പ്രഭാത ഭക്ഷണമൊക്കെ ഇവിടെ വന്ന് കഴിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. എന്തായാലും ബാക്കിയുള്ളവരോടൊക്കെ നമുക്കൊന്ന് ചോദിക്കാം SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞോ എന്നുള്ളത്. ഹലോ, പരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞോ? ഓ, പഠിച്ചു കഴിഞ്ഞു. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട് എല്ലാം പഠിച്ചെന്നാലും ചെറിയൊരു ടെൻഷൻ. മലയാളം ആയതുകൊണ്ട് ടെൻഷൻ കുറവുണ്ടോ? അതുകൊണ്ട് കുറവുണ്ട്. മാത്സ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം റെഡിയാണ്, പരീക്ഷ എഴുതാനായിട്ട് തയ്യാറാണ്. റെഡിയാണ്. ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിലെ കുട്ടികളൊക്കെ തന്നെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. 9:30-ക്കാണ് അവർക്ക് പരീക്ഷ തുടങ്ങുന്നത്. 9 മണിക്ക് തന്നെ ഹാളിൽ കയറേണ്ടതുണ്ട്. തുടർന്ന് 9:45 മുതൽ 10 മണി വരെയാണ് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. 10 മണിക്ക് തുടങ്ങുന്ന എക്സാം 11:30 അവസാനിക്കും. കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഇത്തവണ 2,971 പരീക്ഷാ കേന്ദ്രങ്ങളാണ് SSLC പരീക്ഷയ്ക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഈ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 4,27,105 വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതുന്നത്. കൂടാതെ സംസ്ഥാനത്ത് ഒട്ടാകെ തന്നെ ഗൾഫ് മേഖലയിൽ തന്നെ 7 ലക്ഷദ്വീപിലും 9 വീതം കേന്ദ്രങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്താകെ 2,955 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. ഇതിൽ തന്നെ 2,17,525 ആൺകുട്ടികളും 2,09,580 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത്. ഇന്ന് തുടങ്ങുന്ന SSLC പരീക്ഷ മാർച്ച് 25-നാണ് അവസാനിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച +2 പരീക്ഷകളൊക്കെ ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ SSLC പരീക്ഷ ആരംഭിക്കുകയാണ്. കടുത്ത ചൂടാണ് സാധാരണയായിട്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങളൊക്കെ സ്കൂളുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത്. ഹലോ, പഠിച്ചോ? പരീക്ഷയ്ക്ക് പഠിച്ചോ? ഓ, പഠിച്ചു. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. എങ്ങനെയാ, ചൂടൊക്കെ അല്ലേ? അപ്പോ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടോ പരീക്ഷാ ഹാളിൽ? അപ്പോൾ ഭയങ്കരമായിട്ട് ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള സജ്ജീകരണങ്ങൾ സ്കൂളുകളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ പരീക്ഷ എഴുതി പോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ സ്കൂളുകളിൽ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നൊരു വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും ഈ വർഷത്തെ SSLC പരീക്ഷ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. സ്കൂളുകളൊക്കെ തന്നെ അതിനായിട്ട് റെഡിയായി കഴിഞ്ഞു. കുട്ടികളൊക്കെ തന്നെ രാവിലെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവസാനഘട്ട ഒരു നോട്ടത്തിലും സംശയമൊക്കെ ഒന്ന് മാറ്റി പരീക്ഷയ്ക്കായിട്ട് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഹോൾ ടിക്കറ്റൊക്കെ നോക്കി ഏതൊക്കെയാണ് തങ്ങളുടെ റൂമെന്ന് കണ്ടുപിടിക്കുന്നതിന്റെ ഒരു തിരക്കിലൊക്കെയാണ്. എന്തായാലും കൃത്യം 9 മണിക്ക് തന്നെ കുട്ടികളൊക്കെ ഹാളിൽ കയറും. 9:30 കൂടിയാണ് SSLC പരീക്ഷയുടെ തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിക്കുക.